ഈ രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് വിവാദം കൊഴുക്കുകയാണ്. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ഒരു വ്യക്തി പരാമർശം നടത്തുകയും കോടതിയിൽ അത് ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഹാജരാകാനാണ് ED സമൻസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നാളെ അറിയാൻ കഴിയുമോ രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പൗരത്വം എന്താണെന്ന്? ഇല്ല, അത് നാളെ അറിയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു ഹർജിയാണ്. ഇവിടെ ED ഇടപെട്ടിരിക്കുന്നത് അത് ഒരു എന്താ പറയുക, സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ഉദാഹരണത്തിന് കോടതിയിലൊരു കേസ് വരുന്നു, ആ കേസിൽ നമ്മൾ ഒരു പൗരൻ തെളിവുകൾ ഹാജരാക്കുകയാണ്. അന്വേഷണ സംഘത്തിന് ആ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ, അത് ഒരു പൗരൻ ഹാജരാക്കുകയാണ്. ഈ ഹർജി കൊടുത്ത ആൾ തന്നെ ഇതിൻ്റെ തെളിവുകളും കൂടി ഹാജരാക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിന് ആ തെളിവുകൾ ആ ഹർജിക്കാരനിൽ നിന്ന് ശേഖരിച്ച് ക്രോസ് ചെക്ക് ചെയ്യുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാം. ശരിക്കും ഒരു ഹർജിക്കാരൻ അങ്ങനെ തെളിവുകളുമായിട്ട് കോടതിയെ സമീപിക്കുമ്പോൾ അത് ഈ അന്വേഷണ ഏജൻസിക്ക് ഒരു നാണക്കേടാണ്. സത്യത്തിൽ അതൊരു നാണക്കേടാണ്. കാരണം ഇങ്ങനൊരു പരാതി ആദ്യം നമ്മൾ പരാതി കൊടുത്തു, അന്വേഷണ ഏജൻസി അത് ചിലപ്പോൾ അന്വേഷിച്ചില്ലെന്നിരിക്കും, ഇനി പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതിൽ കഴമ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് പരാതി തള്ളാം. ഇതൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ കോടതിയെ സമീപിക്കുന്നത്, അല്ലാതെ നേരിട്ട് ചെന്ന് കോടതിയിലേക്ക് ഹർജി കൊടുക്കുക അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹർജിക്കാരൻ, ഒരു വ്യക്തി, ഒരു ഇന്ത്യൻ പൗരൻ അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് കർണാടക സ്വദേശി S. വിഘ്നേഷ് ശിഷ്യർ ആണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം ഉണ്ട് എന്നാണ്. അതായത് ഇന്ത്യക്കാരൻ മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് കൂടി ഉണ്ട് എന്നാണ് ആരോപിക്കുന്നത്. അത് നിയമപ്രകാരം, ഇന്ത്യയിലെ നിയമപ്രകാരം അത് കുറ്റകരമാണ്. ഇന്ത്യൻ പൗരനായിരിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യയുടെ പാസ്പോർട്ട് അല്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് കൈവശം വയ്ക്കാൻ അനുവാദമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിന് ഈ ഇരട്ട പൗരത്വമാകാം, അവർക്കത് വിഷയമല്ല. ഇറ്റലിയിലുള്ള ഒരാളിന് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പൗരത്വം, അതിനും മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ പൗരത്വം സ്വീകരിക്കാം. ഇരട്ട പൗരത്വം അവിടെ കുറ്റകൃത്യം. ഈ ആരോപണം ഉന്നയിച്ച ആൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായ വിവരങ്ങളുണ്ടെന്ന്. ആ വിവരങ്ങൾ തേടിയാണ് ഇപ്പോൾ ED രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ ഹാജരാക്കൂ എന്നാണ് ED ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം വിജയിക്കുമോ? തീർച്ചയായിട്ടും. തെളിവുകൾ സത്യമാണെങ്കിൽ, ആ തെളിവുകൾ ശരിയാണെങ്കിൽ പിന്നെ എന്താ സംശയം? ഇവിടെ ഇപ്പോൾ ഈ കേസ് ഒരു കാര്യം, അതോ ഈ രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി തെളിവ് പുറത്തുവിട്ടതുപോലെ അത് അണുബോംബാണ്, അങ്ങനെ ഹൈഡ്രജൻ. അതെ അതെ, അങ്ങനെ ഇത് നനഞ്ഞ പടക്കമല്ല. കാരണം അതിൻ്റെ ഒന്നാമത്തെ കാര്യം, പ്രഥമ ദൃഷ്ടിയ കഴമ്പില്ലെങ്കിൽ കോടതി ഹർജി തള്ളും. ഈ കോടതിയിൽ നമ്പറിട്ട് ഹർജി ഒരു ബെഞ്ചിലേക്ക് വരുമ്പോൾ ആ ബെഞ്ച് പ്രഥമ ദൃഷ്ടിയ അതിനകത്ത് കഴമ്പുണ്ട്, എന്നാൽ ഈ ഹർജിക്കാരൻ പ്രാഥമിക തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ടാകുമല്ലോ, അല്ലേ? അത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല, കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. ആ തെളിവുകളിൽ കഴമ്പുണ്ട്, അത് അങ്ങനെ തള്ളിക്കളയാവുന്നതല്ല, ഏകപക്ഷീയമായിട്ട് അതിനെ നിഷേധിക്കാവുന്നതല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ കോടതി ആ ഹർജി പരിഗണിച്ചതും തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതും മുദ്രവച്ച കവറിൽ അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുത്തതും. അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ഈ കാര്യത്തിൽ അന്വേഷിച്ച് കൃത്യമായ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ അന്വേഷണ റിപ്പോർട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട് നേരിട്ട് കോടതിയിലെത്തുകയാണ്. അത് വേറെ തടസ്സങ്ങളൊന്നും അതിനകത്ത് വരില്ല, വേറെ ഇടപെടലൊന്നും അതിനകത്ത് വരില്ല. വളരെ കൃത്യമായിട്ട് ആ വകുപ്പിലെ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിക്കുകയാണ്, നിങ്ങളത് അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് കോടതിക്ക് അത് അന്വേഷിപ്പിക്കാം, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു കേസ് അന്വേഷിപ്പിക്കാം. അവിടെ മറ്റൊരാളിന് ഇടപെടാൻ സാധിക്കില്ല. നമ്മുടെ നിയമ സംവിധാനം അങ്ങനെയാണ്. അവിടെ കൃത്യമായിട്ട് ആ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. അത് കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് ആ റിപ്പോർട്ട് കോടതി പരിശോധിക്കുകയും ചെയ്യും. ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുത്ത ഉടനെ പിറ്റേ ദിവസം അത് പൊട്ടിച്ച് വായിച്ച് വിധി പറയുകയല്ല കോടതി ചെയ്യുന്നത്. കോടതി രണ്ടു കൂട്ടർക്കും, ഹർജിക്കാരനും
ഈ ഹർജിക്കാരൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ വ്യക്തിക്കും പറയാനുള്ളത് വിശദമായി കേട്ടതിന് ശേഷം ഈ മുദ്രവെച്ച കവറിലെ റിപ്പോർട്ട് കോടതി പരിശോധിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കും. കാരണം ഹർജിക്കാരൻ പറയുന്നതാണോ സത്യം, ഈ ആരോപണ വിധേയൻ പറയുന്നതാണോ സത്യം എന്ന് കോടതി തീർപ്പ് കൽപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ, ഈ നടന്ന വാദങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ കോടതി അവിടെ ആ കേസിൽ വിധി പറയും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹർജിക്കാരൻ ഈ വെറുതെ ഒരു പരാതി കൊണ്ടുകൊടുത്ത് രാഷ്ട്രീയമായിട്ട് രാഹുൽ ഗാന്ധിയെ വേട്ടയാടാനും ഇകഴ്ത്താനും ഒക്കെ വേണ്ടിയിട്ട് ശ്രമമാണെങ്കിൽ കോടതി അതിന് കൂട്ടുനിൽക്കില്ല. പ്രത്യേകിച്ചും അലഹബാദ് ഹൈക്കോടതി പോലെ വലിയ പാരമ്പര്യമുള്ള, അതും ഒരു ഹൈക്കോടതി, ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഹൈക്കോടതികൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. വളരെ കൃത്യമായി പ്രഥമ ദൃഷ്ട്യ ഈ ഹർജിയിൽ കഴമ്പുണ്ട്, പ്രാഥമിക തെളിവുകൾ കൂടുതൽ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നു, ഈ പ്രാഥമിക തെളിവുകൾ വെറുതെ തള്ളിക്കളയാവുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത് അന്വേഷിച്ച് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഹർജിക്കാരൻ്റെ ഈ ആരോപണം, ഈ പരാതി നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, രാഹുൽ ബ്രിട്ടനിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് ബ്രിട്ടീഷ് പാസ്പോർട്ട് സ്വന്തമാക്കി എന്നാണ്. ഈ കേസ് ശരിക്കും ആദ്യം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത് ആരാണെന്നറിയാം? സുബ്രഹ്മണ്യം സ്വാമിയാണ്. നമുക്കറിയാം, സുബ്രഹ്മണ്യം സ്വാമി ഉടുമ്പാണ്, പിടിച്ചാൽ വിടില്ല. പിന്നെ കഴമ്പില്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുന്ന ആളല്ല സുബ്രഹ്മണ്യം സ്വാമി. നാഷണൽ ഹെറാൾഡ് കേസ് നമുക്കറിയാം എവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് സോണിയയും രാഹുലും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സുബ്രഹ്മണ്യം സ്വാമിയാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, ആ കേസ് കോടതിയിലെത്തിച്ച് കോടതി നടപടികൾക്ക് വിധേയമായി അന്വേഷണം നടത്തി കൃത്യമായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവർ രണ്ടുപേരും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 2000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരോപണം കോടതിക്ക് മുഖവിലേക്ക് എടുക്കാതിരിക്കാനായിട്ടില്ല. അതിന്മേലുള്ള വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. ആ വിചാരണ ആരംഭിക്കരുതെന്നും കുറ്റപത്രം തള്ളണമെന്നും പറഞ്ഞ് ഇവർ പോയിട്ടുണ്ട് ഹർജിയുമായിട്ട്. ആ ഹർജിയും പോക്കാണ്, അത് നിലനിൽക്കാൻ പോകുന്നില്ല. ഈ ബ്രിട്ടീഷ് പൗരത്വം രാഹുലിനുണ്ട് എന്ന ആരോപണവും ആദ്യം ഉയർത്തിയത് സുബ്രഹ്മണ്യ സ്വാമി. ഇവർ പറയുന്നത്, സോണിയ കുടുംബം പറയുന്നത്, സുരക്ഷാ കാരണങ്ങളാൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, പുട്ടിന് അപ്പിയിടാൻ പ്രത്യേകം ക്ലോസറ്റ് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന് അതിനകത്ത് അപ്പിയിട്ട് അപ്പിയും കൂടെ കൊണ്ടുപോയി റഷ്യയിൽ സംസ്കരിക്കുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചു. അത് സുരക്ഷാപരമായ കാര്യങ്ങളാണ്. അതുപോലെ സുരക്ഷാ കാരണങ്ങളാൽ രാഹുൽ എന്ത് സുരക്ഷയാണ് രാഹുലിന് കിട്ടേണ്ടത്? രാഹുലിന് അർഹമായ സുരക്ഷ കിട്ടുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കേണ്ട സുരക്ഷ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്നത് പോലെ പുട്ടിനെ പോലെയോ നരേന്ദ്രമോദിയെ പോലെയോ ട്രംപിനെ പോലെയോ സി ജിൻപിങ്ങിനെ പോലെയോ ഒന്നും ഉള്ള വലിയൊരു വിശിഷ്ടനായ വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയിലെത്തിയ ആളാണ് രാഹുൽ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. പിന്നെ ഇത് എന്ത് സുരക്ഷയുടെ കാരണത്താലാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? അപ്പോൾ അതൊക്കെ വെറുതെ ബാലിശമായ ചില വാദങ്ങൾ ഉന്നയിക്കുകയാണ്. അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എന്തായാലും അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അവിടെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വാദങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഹർജിക്കാരനടക്കമുള്ളവർ. അത് അന്വേഷണ റിപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കോടതി നടപടി സ്വീകരിക്കും. ഇവിടെ തങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ഈ ഹർജിക്കാരൻ്റെ കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കൂ, നിങ്ങൾ ഹാജരായി സമർപ്പിക്കൂ എന്നാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ED അതിനകത്ത് വേറെ ആളിനെ ചോദ്യം ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ സമ്മർദ്ദം ചെലുത്താനോ ഒന്നുമല്ല. ഞങ്ങൾ സമർപ്പിച്ചതിനേക്കാൾ കൂടുതൽ, അതൊരു നടപടിക്രമമാണ്. ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ എങ്കിൽ ഞങ്ങൾക്കതൊന്ന് പരിശോധിക്കണം. അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഇപ്പോൾ ഒരു കേസിൽ പോലീസിനും അങ്ങനെ ചെയ്യാം. ഒരു കേസിൽ ഒരു പരാതിക്കാരൻ
തെളിവ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പോലീസ് ആ തെളിവ് സ്വീകരിക്കണം. നമ്മുടെ നീതിന്യായ ചട്ടങ്ങളനുസരിച്ച് ആ തെളിവുകൾ സ്വീകരിച്ച് പോലീസ് അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് അത് പ്രോസിക്യൂഷൻ തെളിവുകളായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ടത് പറയുകയും ചെയ്യാം. അന്വേഷണ ഉദ്യോഗസ്ഥന് ചാർജ് ഷീറ്റിൽ, കുറ്റപത്രത്തിൽ അത് വ്യക്തമാക്കാം. ഇത് പരാതിക്കാരൻ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിനൊക്കെ വലിയ ഈ നടപടിക്രമങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കോടതി. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്ന് നമുക്കറിയാം. ചില കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തിയിട്ട് അവിടെ പ്രതിക്കൂട്ടി നിർത്തിപ്പൊരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം യാതൊരു കഴമ്പും ഇല്ലാത്തൊരു കേസിൽ ഒരാളെ മനഃപൂർവ്വം പ്രതി ചേർത്ത് അവഹേളിക്കാനും അപമാനിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് കോടതി ചോദ്യം ചെയ്ത നിരവധി സംഭവങ്ങൾ നമുക്കറിയാം. ഇവിടെ അതുപോലെ തന്നെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ED ഹർജിക്കാരനെ വിളിച്ച് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ഞങ്ങൾക്ക് സമർപ്പിക്കണം. ഞങ്ങളത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ വാലിഡാണ്. കോടതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇനിയിപ്പോൾ അതിനകത്ത് എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല. അത് ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല. അത് ഞങ്ങൾക്കും കൂടി തരണം. ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടുമായിട്ട്, ഞങ്ങൾ ശേഖരിച്ച തെളിവുകളുമായിട്ട് അതിനെ ഞങ്ങൾ താരതമ്യം ചെയ്തു നോക്കും. അതൊരു നടപടിക്രമമാണ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, രാഹുലിന് എവിടെയോ ഒരു വലിയ പണി ഒരുങ്ങിയിരിപ്പുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യസന്ധവും സുതാര്യവുമായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എവിടുന്നെങ്കിലും ഒരു പണി വരും എന്നുള്ള കാര്യം തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.